ഇപ്പം 3 ദിവസമായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ വന്നിട്ട്. അപ്പോൾ അവരെന്താ എടുക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. എല്ലാവരും കിടന്ന് ഉറക്കമൊക്കെയാണ് കേട്ടോ. കുറച്ച് പേര് ഉറങ്ങുന്നു, കുറച്ച് പേര് എഴുന്നേറ്റ് വെള്ളം കുടിക്കുന്നു, തീറ്റ തിന്നുന്നു. നമുക്ക് വെള്ളവും തീറ്റയും തീർന്നു. നമുക്ക് മാറ്റി കൊടുക്കണേ. പാത്രമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം. ഇവർക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു കാര്യം ചൂടാണ്. അപ്പം നമ്മുടെ കടലാസുകളൊക്കെ മാറ്റി ഫ്രഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഈ നല്ല ചൂടൊക്കെ കിട്ടിയെങ്കിൽ മാത്രം ഇവർക്ക് ഒരു എനർജി കിട്ടുകയുള്ളൂ. ഫുഡ് പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ചൂടെന്ന് പറയുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഹാലജൻ എന്ന് പറയുന്ന ഒരു ബൾബാണ്. ഹാലജൻ ബൾബിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. മിനിമം ഒരു 4 ദിവസമെങ്കിലും നമ്മൾ മുടങ്ങാതെ ചൂട് കൊടുത്തെങ്കിൽ മാത്രമാണ് കേട്ടോ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല ഉണർവും ആരോഗ്യമൊക്കെ കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ചൂട് നന്നായിട്ട് കൊടുക്കണം. ചൂടിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ കൊടുത്തിരിക്കുന്നത് ഹാലജൻ ബൾബുകളാണ് കേട്ടോ. നമ്മുടെ ഹാലജൻ ബൾബ് ഇതാണ്. ഈ കാണുന്നതാണ് ഹാലജൻ ബൾബ്. നമുക്ക് മറ്റുള്ള ബൾബുകളേക്കാളും ഇച്ചിരി കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബൾബാണ് കേട്ടോ ഹാലജൻ ബൾബ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ബൾബുകളേക്കാളും നല്ല ചൂടും ഒക്കെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങളെപ്പോഴും ഹാലജൻ ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റുള്ള ബൾബുകളേക്കാളും ചൂട് കൂടുതലുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഹാലജൻ ബൾബുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. മറ്റ് ബൾബുകളേക്കാളും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. സൂക്ഷിക്കാനും എല്ലാം വളരെ എളുപ്പമുള്ള ഒരു ബൾബാണ് കേട്ടോ ഹാലജൻ ബൾബ്. ചൂട് അധികമാണെന്ന് തോന്നുന്നു. നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ആ ബൾബിൻ്റെ ചുവട്ടിൽ നിന്ന് മാറി നിൽക്കും കേട്ടോ. അവർക്ക്
വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.